റഷ്യ യുക്രൈൻ യുദ്ധസമയത്ത് ഇന്ത്യക്കാരെ അടക്കം വൻ ശമ്പളം വാഗ്ദാനം ചെയ്ത് റഷ്യ യുദ്ധമുഖത്തെത്തിച്ചത് വൻ ചർച്ചയായിരുന്നു. കേരളത്തിലെ ആളുകൾ പോലും ചതിക്കപ്പെട്ട് ആ യുദ്ധമുഖത്ത് ജീവത്യാഗം ചെയ്യേണ്ടി വന്നിരുന്നു. സ്വന്തം പൗരന്മാരുടെ ജീവൻ സംരക്ഷിക്കുക, ദരിദ്ര രാജ്യങ്ങളിലെ വ്യക്തികളെ അതും ഒരു തരത്തിലുള്ള സൈനിക പരിശീലനം പോലുമില്ലാതെ യുദ്ധമുഖത്ത് അയക്കുക, അതിനായി അവരുടെ നിസ്സഹായാവസ്ഥയെ ചൂഷണം ചെയ്യുക, ഇതാണ് റഷ്യ അന്ന് പ്രയോഗിച്ച തന്ത്രം. യുദ്ധങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ സമ്പന്ന രാഷ്ട്രങ്ങൾ ഈ തന്ത്രം പൊതുവായി ഉപയോഗിക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ. അതിനുള്ള ഒടുവിലത്തെ ഉദാഹരണമാണ് ഇസ്രായേൽ ആഫ്രിക്കൻ അഭയാർത്ഥികൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം. സൈന്യത്തിൽ ചേർന്ന് ഗസയിലെ യുദ്ധമുഖത്തേക്ക് പോകാമെങ്കിൽ രാജ്യത്ത് സ്ഥിരം പൗരത്വം നൽകാമെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. ഗസ അധിനിവേശത്തിൽ നിരവധി സൈനികർക്ക് ജീവൻ നഷ്ടമായ സാഹചര്യത്തിലാണ് ആഫ്രിക്കക്കാരെ സൈന്യത്തിൽ ഉൾപ്പെടുത്താൻ ഇസ്രായേൽ ശ്രമം നടത്തുന്നത്. നിയമോപദേശം തേടിയ ശേഷമാണ് പ്രതിരോധ വകുപ്പ് ഈ നീക്കവുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇത് അധാർമികമാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനകം വിമർശനം ഉന്നയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നരകതുല്യമായ ജീവിതം നയിക്കുന്ന അഭയാർത്ഥികളെ പൗരത്വത്തിനു വേണ്ടി ജീവൻ പണയപ്പെടുത്താൻ പ്രേരിപ്പിക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധ വിഭാഗം ചെയ്യുന്നത് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. സൈന്യത്തിൽ ചേർക്കുന്നതിനായി അധികൃതർ സമീപിച്ച ഒരു ആഫ്രിക്കൻ വംശജൻ്റെ അനുഭവവും മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. കൊടിയ പട്ടിണിക്കൊപ്പം നിലയ്ക്കാത്ത ആക്രമണങ്ങളും കൊണ്ട് ഇതര രാജ്യങ്ങളിൽ അഭയം പ്രാപിക്കുകയാണിപ്പോൾ കോങ്കോ, സുഡാൻ അടക്കമുള്ള രാജ്യങ്ങളിലെ ആഫ്രിക്കക്കാർ. ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് പ്രകാരം കോങ്കോയിലെ ഓരോ 5 കുട്ടികളിൽ 2 പേരും, അതായത് 6 ദശലക്ഷത്തോളം കുട്ടികൾ രൂക്ഷമായ പോഷകാഹാരക്കുറവ് നേരിടുന്നവരാണ്. വളർച്ച മുരടിപ്പുൾപ്പെടെ ഗുരുതരമായ രോഗങ്ങൾ നേരിടുന്ന ഇവരുടെ മരണസാധ്യതയും ഉയർന്ന തോതിലാണ്. ജനങ്ങൾ അവരുടെ വാസസ്ഥലങ്ങൾ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടോടുകയാണ്. എന്നാൽ അവർക്ക് സുരക്ഷിതമായൊരു ഇടം കണ്ടെത്താനാവുന്നില്ല. പാർക്കാൻ ഇടമില്ലാത്തതുപോലെ ഭക്ഷണവും കിട്ടുന്നില്ല. കമ്പോളങ്ങളിലുള്ള സാധനങ്ങൾക്ക് തീപിടിച്ച വിലയാണ്. പ്രാണരക്ഷാർത്ഥമുള്ള പലായനങ്ങൾക്കിടയിൽ മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ വേർപിരിഞ്ഞു പോകുന്നത് നിത്യസംഭവമാണ്. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് അഭയം പ്രാപിച്ചവരെയാണ് യുദ്ധമുഖത്തേക്ക് ഇസ്രായേൽ വിളിക്കുന്നതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി എത്തുന്നവരോടുള്ള ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ സമീപനം വളരെ മോശമാണെന്ന ആരോപണങ്ങൾക്കിടയിലാണ് പൗരത്വം വാഗ്ദാനം ചെയ്ത് സൈനിക റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. ആഫ്രിക്കയിൽ നിന്നുള്ള 30,000-ലേറെ അഭയാർത്ഥികളാണ് നിലവിൽ ഇസ്രായേലിലുള്ളത്. ഇതിൽ മിക്ക ആളുകളും ചെറുപ്പക്കാരാണ്. കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് താൽക്കാലിക പൗരത്വം ലഭിച്ച 3,500 സുഡാൻ പൗരന്മാരും ഇതിൽപ്പെടും. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 3 അഭയാർത്ഥികളും കൊല്ലപ്പെട്ടിരുന്നു. ഒരു പതിറ്റാണ്ടിലേറെയായി അഭയാർത്ഥികളുടെ പൗരത്വ അപേക്ഷ സ്വീകരിക്കുന്നതിൽ ഇസ്രായേൽ ഭരണകൂടം വലിയ അവഗണനയാണ് കാണിക്കുന്നത്. അഭയാർത്ഥികൾ എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തവർക്ക് താമസം, തൊഴിൽ, സഞ്ചാരം തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ നിയന്ത്രണങ്ങളുണ്ട്. തലസ്ഥാനമായ ടെൽ-അവീവിലും ജെറുസലേം, എയ്തലാത്ത്, ബിനൈ ബ്രാക്, പെറ്റാഡിക്കോ, നെതന്യ, അഷ്ദോദ് തുടങ്ങിയ നഗരങ്ങളിലും ജോലി ചെയ്യുന്നതിൽ അഭയാർത്ഥികൾക്ക് വിലക്കുണ്ട്. ശാരീരികാധ്വാനം കൂടുതലും വേതനം കുറവുമുള്ള തൊഴിലുകളിൽ മാത്രമേ അഭയാർത്ഥികൾക്ക് ഏർപ്പെടാൻ അവകാശമുള്ളൂ. കഴിഞ്ഞ ജൂണിൽ ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഏറ്റവും പുതിയ ഉത്തരവിൽ കെട്ടിട നിർമ്മാണം, കൃഷി, രോഗീ പരിചരണം, ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് എന്നീ മേഖലകളിൽ മാത്രമായി അഭയാർത്ഥികളുടെ തൊഴിലുകൾ ചുരുക്കിയിട്ടുണ്ട്. ഒക്ടോബർ മാസത്തോടെ ഈ ഉത്തരവ് നിലവിൽ വരും.